ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു കുക്കിംഗ് റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 3 പാടയംകുടൻ പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശർക്കര പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടെ ഒരുമിച്ച് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് പഴം വേണം എന്നുള്ളത് നിർബന്ധമാണ്, ബാക്കിയെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള പാലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ബൗളിനകത്ത് ഞാൻ നമ്മളുടെ ആട്ട എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ് കേട്ടോ. ഗോതമ്പ് പൊടി നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക. എന്നിട്ട് ലേശം ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ പഴവും ശർക്കരയും പാലും പഞ്ചസാര ഏലക്കയും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അട ഉണ്ടാക്കില്ലേ, ആ ഒരു അടയുടെ ഒരു പരുവത്തിന് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് നമുക്ക് കിട്ടാനായിട്ട്. സ്പൂൺ വെച്ച് കുഴയ്ക്കുന്നത് എനിക്കത്ര കംഫർട്ടല്ല. ഞാൻ കൈ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് കുഴച്ചത്. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒരു അടയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഫ്രൈ പാൻ അല്ലെങ്കിൽ തവയാണെങ്കിൽ തവ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് നമ്മളുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് കൈവച്ചിട്ട് തന്നെ ആ ഒരു തവയിലേക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇച്ചിരി കട്ടി കൂടിപ്പോയി മാവിന്. അപ്പോൾ ഞാൻ രണ്ടാമത് കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം കൈവച്ച് പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, തവയിൽ കൈ മുട്ടാതെയും കൈ പൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ പഴം മൂത്തയാൾ കഴിക്കില്ല, അപ്പോൾ അയാളൊക്കെ പഴം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടാണ്. പിന്നെ പണ്ടൊക്കെ അമ്മമാർ 4 മണിക്ക് ചായയുടെ കൂട്ടത്തിലൊക്കെ അടയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് അത് നമുക്ക് കഴിച്ച് നോക്കിയെങ്കിൽ മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്ന പോലെ ഇരിക്കും ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണിക്ക് ചായയുടെ കൂടെ ആയിട്ടാണെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പഴത്തിൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ പാളയംകുടൻ പഴം എടുത്തതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് നേന്ത്രപ്പഴം എടുക്കാൻ പറ്റും. പക്ഷേ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പഴുത്തത് വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബീട്രൂട്ട്, ഞാൻ ഈ ഒരു ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ബീട്രൂട്ട് ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കളർ ചേഞ്ച് വരുന്നേ ഉള്ളൂ. പിന്നെ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, വേറൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. ശർക്കര ചേർത്തിട്ട് നല്ല രീതിയിൽ മധുരത്തിന് നമ്മൾ ശർക്കരയും കൂടി ചേർത്താൽ മതി. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ, ശർക്കരയൊക്കെ വളരെ ഓപ്ഷണലാണ്, ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. നെയ്യൊക്കെ വേണം എന്നുള്ളത് ഓപ്ഷണലാണ്, നെയ്യൊന്നും നിർബന്ധമൊന്നുമല്ല കേട്ടോ. എണ്ണയാണെങ്കിലും മതിയാവും. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. കുഞ്ഞിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവൻ എന്നോട് വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ ഇട്ടത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി കണ്ടിന്യൂസ്ലി ലോങ് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. എത്രമാത്രം പ്രാവർത്തികമാകുമെന്നറിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ, കൂടുതലാണെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാവേ.